കേരളത്തിലെ ബോക്സ് ഓഫീസ് കിങ് ആരാണെന്ന് ചോദിച്ചാൽ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം തെളിയുക മോഹൻലാൽ എന്നായിരിക്കും. എന്നാൽ അത് 2023 വരെയുള്ള കണക്കുകളിൽ മാത്രം. മോഹൻലാലിനെ മറികടന്ന യുവതാരങ്ങളുടെ ചിത്രം 2018 ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 2016 ആഗോള കളക്ഷനിൽ പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ റെക്കോർഡിട്ടത്. മലയാളത്തിൽ നിന്നുള്ള ആദ്യ 100 കോടി ക്ലബ്ബായ പുലിമുരുകൻ എന്ന സിനിമ മാറി. മോഹൻലാൽ എന്ന ക്രൗഡ് പുള്ളർക്ക് കളക്ഷനിലും അർഹിക്കുന്ന റെക്കോർഡായിരുന്നു അത്. മോഹൻലാൽ നായകനായ പുലിമുരുകൻ 89.40 കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രം നേടി സ്ഥാപിച്ച റെക്കോർഡിന് 2023 വരെ ഇളക്കം തട്ടിയിരുന്നില്ല എന്ന പ്രത്യേകതയുണ്ട്. മലയാളത്തിൽ നിന്നുള്ള ഏക 200 കോടി ക്ലബ്ബ് എന്ന റെക്കോർഡ് 2018 സ്ഥാപിച്ച വർഷമായിരുന്നു ഇത്. മോഹൻലാലിന്റെ ആ റെക്കോർഡും ഇല്ലാതായി. കേരളത്തിൽ നിന്ന് മാത്രം 89.40 കോടി രൂപ 2018 നേടിയപ്പോഴാണ് പുലിമുരുകൻ 2ാം സ്ഥാനത്തായത്. കേരള ബോക്സ് ഓഫീസിലെ ആകെ കളക്ഷനിൽ ടൊവിനോ അടക്കമുള്ള മലയാളത്തിലെ യുവതാരങ്ങൾ 1ാം സ്ഥാനത്തേക്ക് ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ 2018 മുന്നേറുകയായിരുന്നു. മൂന്നാമതുള്ള ബാഹുബലി 274.50 കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയപ്പോൾ 4ാമതായി KGF 268.50 കോടിയും തൊട്ടു പിന്നിലുള്ള ലൂസിഫർ 66.10 കോടി രൂപയും നേടി. 6ാമതുള്ള വിജയുടെ ലിയോ 60.5 കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയപ്പോൾ തൊട്ടു പിന്നിലുള്ള ജയിലർ 57.70 കോടി രൂപയും 8ാമതുള്ള RDX 52.50 കോടി രൂപയും 9ാമതുള്ള മമ്മൂട്ടിയുടെ ഭീഷ്മപർവം 47.10 കോടി രൂപയുമാണ് നേടിയത്. 10ാമതെത്തിയത് മോഹൻലാൽ തന്നെയാണ്. മലയാളത്തിൽ നിന്ന് 50 കോടി ആദ്യമായി നേടിയ ദൃശ്യമാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലെ 10ാമൻ. കേരളത്തിൽ നിന്ന് മാത്രം 43 കോടി രൂപ നേടിയാണ് ദൃശ്യം റെക്കോർഡ്.